ക്ലിക്ക് ചെയ്യും. എന്നിട്ട് കണ്ടോ അങ്ങനെയാണ് വരിക. ഇതാണ് അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിന് ഫോട്ടോ, അതായത് നിങ്ങളുടെ ഫോണിന്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഇത് കൃത്യമാണെങ്കിൽ സ്പേസ് ഇളകാതെ ഇതാക്കി കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. SIRന്റെ ഭാഗമായി നമ്മൾ ഫില്ല് ചെയ്ത് നൽകിയ എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? എന്നോടൊപ്പം ഉള്ളത് കോങ്ങാട്ടെ BLO ആയ ബാലഗംഗാധരനാണ്. എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്? SIRന്റെ ഇതിലേക്ക് എടുക്കുന്നു. ഇതെടുത്ത് ഇതിൽ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇന്നലെ വരയ്ക്കും. ഇന്നിപ്പോൾ ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുന്നു. ഇതിനെ സ്കാൻ ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു ബന്ധുവാണ്. ഇത് സ്കാൻ ചെയ്തു. ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ സൈറ്റ് ബിസി ആയിട്ടാണ് കാണുന്നത്. ഇത് വന്നു. ഇതിപ്പോൾ ഇവരുടെ അമ്മയെ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്. ഇത് ഞാൻ ചെയ്യുന്നതിന് വേണ്ടി എടുത്തു. ഇതപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുന്നു. കേരള, പാലക്കാട്, ശ്രീകൃഷ്ണപുരം, സ്കൂളിൻ്റെ ബൂത്ത് നമ്പർ, ഇത് പഴയ ബൂത്താണ്, KPRP വെസ്റ്റ്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നു. കൊടുത്തു കഴിയുന്നതോട് കൂടിയിട്ട് ഈ ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്ത് പോകണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരാളുടെ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര ടൈം എടുക്കും? ഒരു 20-25 മിനിറ്റിന് മേലെ വരുന്നുണ്ട്. ഇതിപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിൽ, ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ കണ്ണിനൊരു പ്രശ്നമാണ്. ഇത് ലാപ്ടോപ്പിലൊക്കെയാണ് പറഞ്ഞാൽ നമുക്കൊരു സമയത്തിന് സ്പീഡിൽ കിട്ടും. ഇപ്പോൾ ഇതിന് നല്ല സ്മാർട്ട് ഫോണൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ചെയ്യുകയാണ്. ഈ പല BLOമാരും പറയുന്നുണ്ട് ഇത് സൈറ്റ് ഒരുപാട് പ്രശ്നം ഉണ്ട്. അതുണ്ട്. അത് നമുക്ക് പകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വൈകുന്നേരങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാണ്. രാവിലെ മാത്രം ഒരു 3 മണിക്കോ ഒക്കെ എണീച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 150 എണ്ണയാണ് ഇപ്പോൾ ഇതുവരെക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇത്രയും കിടക്കുന്നതാണ്, 10-300 മേലെയുണ്ട്. ഇതിൽ ഈ ആദ്യം ആ വോട്ടറുടെ വിവരങ്ങൾ വരും. ഈ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പിന്നെ അതിലേക്ക് പോകാൻ എങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്? ഇതിൽ നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ഇത് കാണുന്ന മാതിരി അവരുടെ ബന്ധുക്കളുടെ ഇതിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ സിസ്റ്റം സെർച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ചെയ്യുന്നു. ഇതല്ലേ കേരള, കൃഷ്ണപുരം, 140. ഇനി ഇവരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെയാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ളത്. ഈ നിലവിലെടുക്കുമ്പോൾ 771 കൊടുത്തു, സെർച്ച് കൊടുത്തു. ഇവിടെ വരും, അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വരും. പിന്നെ വെരിഫൈ ആൻഡ് കണ്ടിന്യൂ. ഈ ആധാർ നമ്പർ എൻ്റർ ചെയ്യണം. ആധാർ നമ്പർ തെറ്റിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആധാർ നമ്പർ മറ്റേ നിർബന്ധമില്ല എന്നായി എഴുതിയിട്ടുണ്ട്. നിർബന്ധമുണ്ട്, പക്ഷേ നമുക്ക് ഇതിൽ നിർബന്ധമില്ല. പക്ഷേ നമുക്കിത് തെറ്റാണെങ്കിൽ ഇത് അടിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ അവരുടെ അമ്മ ഉള്ളത് കാരണം അമ്മയുടെ ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫോട്ടോ എടുത്ത് കയറ്റി നമ്മൾ അപ്ലോഡ് ചെയ്തു. ഈ ഫോട്ടോ ഒട്ടിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ. അത് ഫോട്ടോ നിർബന്ധമില്ല. ഇതിലൊന്നും നിർബന്ധം പറയുന്നില്ല, ആധാർ നിർബന്ധം പറയുന്നില്ല, അതൊന്നും നിർബന്ധം പറയുന്നില്ല. പക്ഷേ ഫോണിൽ ചെയ്യുമ്പോൾ ഈ ഫോട്ടോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക? അത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ എന്താ ഒരു ഓപ്ഷനാണ്. ക്ലിക്ക് ചെയ്യും. എന്നിട്ട് കണ്ടോ അങ്ങനെയാണ് വരിക. ഇതാണ് അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിന് ഫോട്ടോ, അതായത് നിങ്ങളുടെ ഫോണിന്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഇത് കൃത്യമാണെങ്കിൽ സ്പേസ് ഇളകാതെ ഇതാക്കി കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് നിർബന്ധം പറഞ്ഞിട്ടില്ല, ഫോട്ടോ ഒന്നും നിർബന്ധം പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോ ഒട്ടിച്ചത് നിങ്ങൾക്ക് കുറച്ച് പണി കൂടുതലാണ്. അത്ര. ഇതാണ് നമ്മുടെ എന്യൂമറേഷൻ ഫോം എൻട്രി ചെയ്യുന്ന രീതി. ഇതുപോലെയാണ്. അത് ഒരു 20 മിനിറ്റിലധികം BLOമാർക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാൻ ആവശ്യമായി വരുന്നുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.